എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ ഇലക്കറിയാണ്. ഇതിപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല ഗുണമുള്ള ഇലയാണ്. ഇത് ആർക്കും മറ്റും അറിയത്തില്ല. ഒരു 60% ആൾക്കാർക്കും ഇത് അറിയാൻ മേല ഇല എന്നതാണ്. ഇത് ചായൻമെൻസ എന്ന് പറഞ്ഞ ഒരു ഇലയാണിത്. ആ ഇല അരിയുന്നതാണ്. അത് യൂറിനറി സംബന്ധമായ രോഗങ്ങൾക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരിലയാണ്. പിന്നെ നമുക്ക് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, സവാളയും കരിയാപ്പിലയും അരിഞ്ഞത്, ഇത് പച്ചമുളകും കാന്താരിയും, ഇത് കടുക്, ഇത് ചായൻമെൻസ ആ ഇല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ. ഇത് മുട്ട, ചായൻമെൻസ മുട്ട തോരനാണ് ഇന്നത്തെ റെസിപ്പി. ഇതിനൊരു മുട്ട, ഇത്രയും ഇല, ഇത്രയും സാധനങ്ങൾ. എണ്ണ ഒഴിച്ച് കടുക് വറക്കാൻ വെക്കുവാണ്. ഉള്ളി ഇടുന്നു. സവാള, കരിയാപ്പില, ചേരുവെല്ലാം കൂടെ കൂട്ടി തിരുമ്മി വെച്ച് തിരുമ്മി ഇത് കടുക് ഉള്ളി മൂത്ത് കഴിയുമ്പം ഈ അരിഞ്ഞു വെച്ച ചേരുവ ഇതിലേക്കിടുന്നു. ഒരു തുള്ളി വെള്ളം ഇങ്ങനെ നനച്ചേക്കുക. വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. മുട്ട കൂടെ തിരുമ്മി തട്ടിപ്പൊത്തി വയ്ക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇല എന്താണെന്ന് പോലും അറിയാൻ മേലാത്തവർക്കും ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാൻ മേലാത്തവർക്കും നമ്മുടെ വേലിയുടെ അരികിലും പിന്നെ ഈ പടിഞ്ഞാറ് ദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടിത്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ നല്ല ഗുണമുള്ള ഇലയാണ്. അപ്പം ഒരു ഇലയും ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആട്ടിറച്ചി കഴിക്കാൻ സാമ്പത്തികം ഇല്ലാത്തവർക്ക് പിന്നെ നിലക്കടല കഴിക്കാം. നിലക്കടലയും വെണ്ടയ്ക്കായും ആട്ടിറച്ചിക്ക് തുല്യം നിൽക്കുന്ന സാധനങ്ങളാണ്. പാല് അല്ലെ മുട്ട ഇതൊക്കെ ധാരാളം കഴിക്കാൻ ഇല്ലാത്തവർക്കും അല്ലെ സാമ്പത്തികം കുറവുള്ളവർക്കും ഇത് കണ്ണിന് കാഴ്ച കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ ഇലക്കറി. അപ്പം അത് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഓക്കെ.
നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.